ഞാൻ നേരത്തെ ഒരു ഇൻട്രോ ഇട്ടിരുന്നു. മലമേൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരു അതിമനോഹരമായ ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഇതിവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് വ്യൂ പോയിന്റുകൾ, പാറകളിൽ വിവിധ പേരുകളിലുള്ള പാറകൾ ഇവിടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട പാറയെന്ന് പറയുന്നത് നാട് കാണിക്കല്ലേ, നാട് കാണിക്കലല്ലേ, നാടുകാണി പാറയാണ്. അതിനോട് ചുറ്റിപ്പറ്റി കുറേ പേരുകളിൽ വിവിധങ്ങളായ പാറകളുണ്ട്. ആ പാറകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ജഡായുവിൻ്റെ കഥ തൊട്ടുള്ള പാറകളുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങോട്ട് ക്ഷണിച്ചത് എൻ്റെ ഒരു സഹപാഠിയാണ്, എന്നോടൊപ്പം ഡിഗ്രിക്ക് പഠിച്ച മണി ഉണ്ട്, ഇടയം സ്വദേശിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിവിധ പാറകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിന്ന് കാണാനായിട്ട് രാവിലെയൊക്കെ വന്നാൽ അല്ലേ, കോട ഇറങ്ങുന്ന രാവിലെ സമയത്തൊക്കെ വന്നാൽ അങ്ങ് ദൂരെ അവിടെ കോടമഞ്ഞ് ഇറങ്ങി താഴോട്ട് ഇറങ്ങി കിടക്കും. അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആയിരിക്കും അത് കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോടയൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അത് മഴയായതുകൊണ്ട് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അത്. ത്രിമൂർത്തി സംഗമം എന്നറിയപ്പെടും. കാര്യം ശിവനും വിഷ്ണുവും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇരിക്കുന്നുണ്ട്. പടിഞ്ഞാറോട്ട് മഹാവിഷ്ണുവും കിഴക്കോട്ട് ശിവനുമാണ് ഇരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ അറക്കൽ ദേവീക്ഷേത്രമുണ്ട്. ഈ പടിഞ്ഞാറേ സൈഡിൽ പെരുമണ്ണൂർ ദേവീക്ഷേത്രം. ഇത് രണ്ടും സഹോദരങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ടൂറിസം എടുത്തിട്ട് 5 വർഷമാകുന്നു. 5 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. കളക്ടറാണ് ചെയർമാൻ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7:30 വരെ ഇവിടുത്തെ സമയം. ഒരാൾക്ക് 20 രൂപ, ചിൽഡ്രൻസിന് 10, സീനിയർ സിറ്റിസൺ 10. സ്കൂൾ ഉണ്ട്. പകുതി കുട്ടിയൊക്കെ ടിക്കറ്റ് എടുക്കത്തുള്ളൂ. സ്കൂളിൽ നിന്ന് വരുമ്പോൾ പകുതി പേർക്ക് ടിക്കറ്റ് എടുക്കത്തുള്ളൂ. പിന്നെ ഷൂട്ടിംഗ് ഒരുപാട് നടക്കുന്നുണ്ട്. സീരിയലിൻ്റെ ഉണ്ട്, സിനിമയുടെ ഷൂട്ടിങ്ങിന് വരുന്നുണ്ട് ആൾക്കാർ. പിന്നെ കല്യാണ വർക്കുകളുണ്ട്. അങ്ങനെ നല്ല ഒരു അന്തരീക്ഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിനടുത്ത് നമുക്കൊരു ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് സോണുണ്ട്. ഇവിടുന്ന് ചായയും വെള്ളമൊക്കെ കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം പാക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാനുള്ള അനുമതിയുണ്ട്. ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി ടോയ്ലറ്റുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചെറിയ പുല്ലുകൾക്ക് ഇടയിലൊക്കെ ആന നിൽക്കുന്നത് പോലെ കൊച്ചു കൊച്ചു പാറകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളർ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കയറി വരുന്നു. ഇതൊന്ന് നാടുകാണി പാറയിലോട്ട് പോകാനുള്ള വഴിയാണ്. നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഞാനിവിടുത്തെ ടൂറിസം ഷോപ്പുകൾ നടത്തുകയാണ്. പിന്നെന്താ, നമ്മൾ മലമേൽ പാറ എന്ന് പറയുന്നത് പുനലൂർ താലൂക്കിൽ അറക്കൽ വില്ലേജിൽ, അതായത് എടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ അറക്കൽ വില്ലേജിലുള്ള ടൂറിസം കേന്ദ്രമാണ് നമ്മുടെ മലമേൽ പാറ. കേരളത്തിലെ തന്നെ ഹരിത ടൂറിസമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ടൂറിസം സെൻ്ററുകളിൽ ഒന്നാണ് മലമേൽ ടൂറിസം. അന്നേരം നമുക്ക് ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണ്, നമുക്ക് 11ഓളം പാറകളുണ്ട്. നാടുകാണിപ്പാറ, കൊടപ്പാറ, നടപ്പാറ, ഗോളാന്തരപ്പാറ, വിമാനപ്പാറ, ആയിരവല്ലിപ്പാറ, ശംഖൂത്തുപാറ, അങ്ങനെ വിവിധ പാറകളാണ് നമുക്കിവിടെ ഉള്ളത്. അന്നേരം ഈ പറയുന്ന കണക്ക് മലമേൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം നല്ല ഭൂപ്രകൃതിയാണ് ഇവിടെ. ഈ പറയുന്ന കണക്ക് ചന്ദനമരമെല്ലാം വളരെ ജൈവികമായി വളർന്നു വരുന്നൊരു മേഖലയാണ് ഈ മലമേൽ ടൂറിസം. ദന്തപാല, തൊടലി, അനേക ആയുർവേദ സസ്യങ്ങൾ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ കേശവർദ്ധിനി പാടമാണ്. യഥേഷ്ടം കേശവർദ്ധിനി നന്നായി വളർന്നു വരുന്നൊരു മേഖലയാണ് ഈ കേശവർദ്ധിനി. എന്നാലും ഇതിനെ ബയോഡൈവേഴ്സിറ്റി സെൻ്ററായിട്ടും പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. കൊല്ലം DTPCയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. കളക്ടറിൻ്റെ ചെയർമാനായിട്ടുള്ള കൊല്ലം DTPCയുടെ അണ്ടറിൽ നമുക്ക് DTPC സെക്രട്ടറി, അങ്ങനെ അതിൻ്റെ ഒരു 11ഓളം സെൻ്ററുകളിൽ ഒന്നാണ് ഈ മലമേൽ ടൂറിസം. പോയി. ഇതാണ് നാടുകാണിപ്പാറയുടെ, ഇതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പാറ. ഏറ്റവും വലിയ പാറ. ഇനി ഇതാണ് വയർലെസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷന്റെ. ഇവിടെ ഒരു വയർലെസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു പോലീസിന്റെ. അപ്പൊ അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ ഒരു ആന്റിനയാണ് ഈ കാണുന്നത്. വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിടിച്ചോ മോളെ. നാടുകാണിപ്പാറയുടെ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിന്റെ മുകളിലോട്ട് കയറി വരാൻ. വന്നു കഴിഞ്ഞാൽ
വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. ഇച്ചിരി കഠിനമാണ്. കട്ടുകളെല്ലാം അറിയാം. ഓണത്തിന് കഴിച്ച ഭക്ഷണമെല്ലാം ദഹിച്ചു. ഇനി നമുക്ക് ഇതിനക്കരെ വേറൊരു പാറയുണ്ട്. സൂഫി ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സൂഫി ഡാൻസ് ആസ്വദിക്കാം, അതൊന്ന് റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. ഒരു പ്രൊമോ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ കിട്ടി. കല്യാണങ്ങളിൽ, മുസ്ലിം കല്യാണങ്ങൾ മാത്രമല്ല, ഹിന്ദു കല്യാണങ്ങളിൽ എവിടെയെങ്കിലും ഇവർ വിളിച്ചാൽ ഇവർ വരും. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം. തേകള് പട്ടം പറത്താൻ പോയണോ? പട്ടം ഇവിടുന്ന് മേടിച്ച് എവിടെയാണ്? ഇവിടെ ഉണ്ടോ? എത്ര രൂപ? 80 രൂപ. അപ്പൊ നിങ്ങൾ നേരത്തെ പറത്തിയിട്ടുണ്ടോ? ഓക്കെ, പോയി. ആദ്യം ഈ എൻട്രൻസിലോട്ട് വരുമ്പോൾ ഉള്ള പാറയാണ്. പക്ഷെ നമ്മൾ ആദ്യം മറ്റേ വലിയ പാറ കാണാൻ പോയതിനു ശേഷം തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഈ കുടപ്പാറയിലേക്ക് കയറിയത്. പറഞ്ഞതുപോലെ തന്നെ ഒരു കുട, ഒരു പാറയിൽ നിന്ന് കുട പോലെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ പാറ ഇവിടെ രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം. കുടപ്പാറയിൽ ഇറങ്ങിയിരിക്കുകയാണ്. കുടപ്പാറ പ്രകൃതി രമണീയമായ കുടയിൽ തീർത്ത പാറ. പാറയിൽ തീർത്ത കുട അല്ലേ? ഏതിലോ തീർത്ത കുട. ഏതിലോ തീർത്ത കുട. ഏകദേശം 100 പേർക്കെങ്കിലും കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പ്രകൃതിയുടെ കുറച്ചുകൂടാ ഇതെല്ലാം നിങ്ങളുടെ ചാനലിൽ വരുന്നതല്ലേ പറയുന്നേ? അവിടെ ആ 2 പാറയുടെ അവിടെ ഒരു വിടമുണ്ട്. അത് പൊട്ടി മാറി. പണ്ടേ ഇങ്ങനെയാണോ അതോ ഇപ്പോഴാണ് പൊട്ടി മാറിയതാണോ? അല്ലല്ല, അത് ഇവിടത്തുള്ള ഐതിഹ്യം പറയുന്ന കഴിഞ്ഞാൽ കാലകാരണപ്പെട്ട് ഇങ്ങനെ അകർന്നുകൊണ്ടേയിരിക്കുന്നു. ഗ്യാപ്പ് കൂടുതൽ ഇവര് തമ്മിൽ പിണക്കോ ആണോ? നിരവധി സസ്യലതാദികൾ കൊണ്ടും ഔഷധ സസ്യങ്ങൾ കൊണ്ടും നിറഞ്ഞ ഒരു ഏരിയയാണ് ഇതിനുള്ളിൽ. ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഔഷധ സസ്യങ്ങളായിരിക്കാം. പക്ഷെ അറിയാൻ വയ്യ, തിരിച്ചറിയാൻ വയ്യ. രക്തചന്ദനം, വെള്ളച്ചന്ദനം, പിന്നെ എന്തോ ഒരു മുടി വളരുന്ന എന്തോ ഒരു സാധനം, കേശവർദ്ധിനി, അതാണ്. അപ്പോൾ ഈ പാറയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കഴിവതും ഉച്ചയ്ക്ക് ശേഷം ഒരു 3-4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി പാറയിൽ കയറാൻ ശ്രമിക്കുക. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് വലിയ വെയിലില്ലാതെ നാടുകാണിപ്പാറയും അതിന് ചുറ്റാകെയുള്ള എല്ലാ പാറകളും കാണാം. പാറ കണ്ട് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ മലമേൽ അമ്പലമുണ്ട്. ആ അമ്പലത്തിന് പുറകുവശത്തായി വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് രാവിലെ വരുന്നവർക്കും വൈകിട്ട് വരുന്നവർക്കും ഇവിടെ സൂര്യ ഉദയവും സൂര്യാസ്തമയവും കാണാൻ പറ്റും. ഇപ്പോൾ രാവിലെ വന്നാൽ കിഴക്ക് സൂര്യ ഉദിച്ചു വരുന്ന കാഴ്ച കാണാം. വൈകിട്ടെത്തുന്നവർക്ക് ആ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന കാഴ്ചയും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ 2 ഉദയവും അസ്തമയവും കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ മലമേൽ പാറയുടെ, ഈ അമ്പലത്തിന് സമീപമുള്ള ഈ പാറ. അപ്പോൾ ഇവിടെ എത്താനുള്ള ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം.
ഇത് MC റോഡിലും ചടയങ്കലത്തു നിന്നും നമ്മൾ കൊട്ടാരക്കരയ്ക്ക് പോകുന്ന MC റോഡിൽ പുലിക്കോടുണ്ട്. പുലിക്കോട് നിന്ന് റൈറ്റ് തിരിഞ്ഞ് അറയ്ക്കൽ ക്ഷേത്രമുണ്ട്. അറയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടാണ് ഈ പാറയുടെ എൻട്രൻസ് ഉള്ളത്. വളരെ എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന വാഹനം അതിൻ്റെ ചുവടുവരെ പോകും. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മലയിലോട്ട് കയറാം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇതിനകത്ത് ഇവിടെ എൻട്രി സമയം. പക്ഷേ ടിക്കറ്റ് കൗണ്ടർ വൈകിട്ട് 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ 6 മണിക്ക് വരെ വരുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ സാധിക്കും. അപ്പോൾ 6 മണിക്ക് ശേഷം വരുന്നവർക്ക് എൻട്രി അനുവദിക്കുന്നതല്ല. ഇതിനകത്ത് എൻട്രി ഫീ നേരത്തെ പറഞ്ഞതുപോലെ അഡൾട്ടിന് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് 10 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് വരുന്ന ഗ്രൂപ്പുകൾക്ക് പകുതി ചാർജ്, അതായത് ഹാഫ് ചാർജ് കൊടുത്താൽ മതിയാവും. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന മലമേൽ പാറയിലേക്ക് പലരും എത്തിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അത് എത്താൻ കഴിയാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്താൻ ശ്രമിക്കുക. വളരെ മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ കൊല്ലം DTPCയുടെ അണ്ടറിൽ വരുന്ന മലമേൽ പാറ. താങ്ക് യു.